ഇപ്പോൾ എൻ്റെ ഒരു സ്വഭാവം നേരെ വാ നേരെ പോകും എന്നാണ്. ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ കേരള സംസ്ഥാനത്ത് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളുമാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം തരാതെ ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഞങ്ങളെ നേരിടുകയോ ചെയ്യുക തന്നെ ചെയ്യും. PC ജോർജിൻ്റെ മകന് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത് 40 വർഷമായി കേരള സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ പ്രവർത്തിക്കുക. അപ്പോൾ പാർട്ടി എന്നെ ഉപദ്രവിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ അന്ന് പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. ഇപ്പോഴും അത് തന്നെ, അതിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടുക്കിയിൽ അടിത്തറ പാകിയ ഒരു നേതാവ്, നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ആശാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഇടുക്കിയുടെ സ്വന്തം, ഉടുമ്പൻചോലയുടെ സ്വന്തം മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-യുമായ MM മണിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. വൈദ്യുതി മന്ത്രിയായിരുന്ന കാലയളവിൽ കേരളത്തിലെ വൈദ്യുതി മേഖലയിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയായി അദ്ദേഹം കരുതുന്നത് എന്താണ്? അന്ന് കേരളത്തിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത ഒരു വീടും സ്ഥാപനവുമില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. എല്ലാ ജില്ലയിലും ഞാൻ പല ആവർത്തി പോവുകയും ജില്ലകളിൽ പ്രഖ്യാപനം നടത്തുകയും സംസ്ഥാനതല പ്രഖ്യാപനം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കോഴിക്കോട്ട് വെച്ചാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയെന്ന് പ്രഖ്യാപിച്ചത്. വൈദ്യുതി ബോർഡിൻ്റെ രംഗത്ത് അതിപ്രധാനമായ മാറ്റമാണ് കൊണ്ടുവന്നത്. വൈദ്യുതി പോയാൽ ഉടനെ തന്നെ പ്രതികരണ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പാക്കി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി. വൈദ്യുതി വകുപ്പിൻ്റേതായി വൈദ്യുതി പദ്ധതിയുടെ പ്രദേശത്ത് പട്ടയം കൊടുക്കാതിരുന്ന കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുന്നതിന് നടപടി സ്വീകരിച്ചു. കാരണം അത്തരം ഭൂമി വൈദ്യുതി വകുപ്പിന് ഭാവിയിൽ വേണമെങ്കിൽ ആ കൃഷിക്കാർക്ക് പകരം ഭൂമിയും നഷ്ടപരിഹാരം കൊടുക്കാതെ ഏറ്റെടുക്കാനാവില്ല. അപ്പോൾ പിന്നെ അവർക്ക് പട്ടയം കൊടുത്തെന്നാൽ അവർക്കൊരു രേഖയായില്ലേ. തീർച്ചയായും ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ഭാഗമായി പട്ടയം കൊടുത്തു. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി എന്ന് പറഞ്ഞാൽ വൈദ്യുതി കണക്ഷനില്ലാത്ത വീടും സ്ഥാപനവും ഇല്ല എന്ന് അന്ന് ഉറപ്പാക്കിയതാണ്. ഇപ്പോൾ അത് പൂർണ്ണമായി ശരിയാണോ എന്ന് ചോദിച്ചെന്നാൽ വീണ്ടും പുതിയ വീടുകളും സ്ഥാപനങ്ങളും വന്നിട്ടുണ്ട്. അവിടെ എല്ലാം വൈദ്യുതി ആയോ എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആയില്ലെങ്കിൽ അവർക്കും വൈദ്യുതി ഭാവിയിൽ വന്നുകൊള്ളൂ. അതാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തുകയും വൈദ്യുതി വകുപ്പിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥ കാര്യമായ ഫലപ്രദവും നല്ല നിലയിൽ പരിഷ്കരിച്ചു കൊടുക്കുകയും വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരുടെ സേവനം അവർ കർമ്മോന്മുഖതരായി ഏത് സംഘടനപ്പെട്ടവരാണേലും എന്ന് ഉറപ്പാക്കുകയും ചെയ്തു എന്ന് അന്ന് വൈദ്യുതി വകുപ്പും ഗവൺമെൻറ്റും ആ നിലപാടാണ് സ്വീകരിച്ചതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കുക. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മുൻ വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ ഇപ്പോഴത്തെ വൈദ്യുതിയുടെ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചും അവയുടെ പരിപാലനത്തെക്കുറിച്ചുമുള്ള താങ്കളുടെ നിലപാട് എന്താണ്? വൈദ്യുതി വകുപ്പ് നന്നായി പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൻ്റെ വൈദ്യുതി വകുപ്പ് ഇപ്പോൾ മന്ത്രി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹം അതിനകത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. പിന്നെ താഴെ തലത്തിലുള്ള ഒരുപാട് സംഘടനകളുണ്ട് അതിനകത്ത്. ആ സംഘടനയിൽപ്പെട്ട ആളുകളെല്ലാം ഫലപ്രദമായി പ്രവർത്തിക്കുന്നു അല്ലയോ എന്നുള്ള കാര്യമെല്ലാം വിശദമായി പരിശോധിച്ച് പറയാൻ പറ്റും. ഏതായിരുന്നാലും വൈദ്യുതി വകുപ്പ് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ആ മന്ത്രിസ്ഥാനം മാറ്റി വേറൊരാൾക്ക് വൈദ്യുതി വകുപ്പ് കൊടുത്തതിനോടുള്ള അഭിപ്രായം എന്താണ്? അത് ആ ഗവൺമെൻറ്റിലാണ് ഞാൻ അന്ന് മന്ത്രിയായത്. ഗവൺമെൻറ് മാറി പുതിയ മന്ത്രിസഭ വന്നപ്പം കൃഷ്ണൻകുട്ടി മന്ത്രിയായി. അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പ് കൊടുത്തു. ഞാൻ മന്ത്രി അല്ലാതായി. ഞാനിപ്പോൾ MLA ആണ്. അതേപ്പറ്റി വേറൊന്നും പിന്നെ പറയാനില്ല. അന്നത്തെ സാഹചര്യത്തിൽ തന്നെ ശരിയെന്ന് തോന്നി ഗവൺമെൻറ് എൻ്റെ പാർട്ടിയും എന്നെ മന്ത്രിയാക്കി. രണ്ടാമത്തെ ഗവൺമെൻറ് വന്നപ്പം മന്ത്രിസഭയിൽ മന്ത്രിമാർക്കെല്ലാം മാറ്റം വന്നു. മുഖ്യമന്ത്രി മാത്രമാണ് തുടർന്ന്, ബാക്കി മന്ത്രിമാർ മാറി. അപ്പോൾ സ്വാഭാവികമായി ഞാൻ മന്ത്രി അല്ലാതായി. അതൊക്കെ സ്വാഭാവികമാണ്, ജനാധിപത്യ ക്രമത്തിൽ നടക്കുന്ന സാധാരണ സംഭവമാണ്. അല്ലെങ്കിൽ ജനിച്ചു വളർന്ന അന്നേരം മുതൽ MLA-യും മന്ത്രിയും
ജീവിതകാലം മുഴുവൻ ജീവിതാന്ത്യം വരെ മന്ത്രി MLA ആകാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഒരു കാര്യമില്ല. ഓക്കെ. ഈ കുടിയേറ്റ കർഷകരുടെ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരാളെ സംബന്ധിച്ച് വനഭൂമി കൈയേറ്റം, അതുപോലെ പട്ടയം നൽകൽ എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിലവിലെ സർക്കാർ നിലപാടുകൾ എത്രത്തോളം തൃപ്തികരമാണ്? ഒരു കാര്യമാണ്, കുടിയേറ്റ കൃഷിക്കാരോടൊപ്പം നിന്നിരിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്, എൻ്റെ പാർട്ടി. അത് എന്നും അമരാവതിയിലും അയ്യപ്പൻകോവിലും ചുരുളിയിലും കീരിത്തോട്ടിലും ആനച്ചാലിലും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ കുടിയൊഴിപ്പിച്ചപ്പം ആ കൃഷിക്കാരോടൊപ്പം നിൽക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുകയും പകരം ഭൂമിയും നഷ്ടപരിഹാരവും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് എൻ്റെ പാർട്ടി. ആ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് എന്ന നിലയിൽ ഒരു കാരണവശാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെതിരായി, തൊഴിലാളി കർഷക ജനവിഭാഗത്തിനെതിരായി, മലയോര കൃഷിക്കാർക്കെതിരായി ഒരിക്കലും ആ ഗവൺമെൻറ് നിലപാടെടുക്കുക എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ. ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു പദ്ധതി ഏതാണ്? അത് എല്ലാ പദ്ധതിയും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും സംതൃപ്തി ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലുള്ള മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും കോളനികളിലും ആദിവാസി കോളനിയിലും പെട്ടിമുടി കോളനിയിൽ അടക്കം വൈദ്യുതി കണക്ഷൻ കൊടുത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്താൻ അന്നത്തെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തു. അതിൽ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി ഉണ്ടായ കാര്യം. കർഷകൻ്റെ ഈ കുടിയേറ്റക്കാരൻ്റെയും പ്രതിനിധി എന്ന നിലയിൽ ഈ കൃഷിയിടങ്ങളിൽ വന്യജീവി ആക്രമണം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ കർഷകർ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? അത് കൃഷിക്കാരെ വന്യജീവിയുടെ ആക്രമണത്തിൽ നിന്നും കൃഷിക്കാർക്ക് സംരക്ഷണം നൽകണം, അതിന് ഗവൺമെൻറ് നടപടിയെടുക്കണം. വന്യജീവിയുടെ ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ കൃഷിക്കാരുടെ നടപടി സ്വീകരിക്കണം. ആ നടപടി സ്വീകരിക്കുന്നതിന് ഈ ഗവൺമെൻറ് എതിരല്ല എന്നാണ് എൻ്റെ നിലപാട്. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ടോ? അല്ലാതെ വേറെ എന്താ വഴി? വേറെ കുറുക്കു വഴി നിങ്ങളെന്ന് പറഞ്ഞതാണ് എനിക്ക്. വന്യജീവിയുടെ അക്രമം കൃഷിക്കാർക്ക് ദോഷകരമായി വന്നാൽ അതിന് നടപടിയെടുക്കുക, അത് തടയുക, കൃഷിക്കാർക്ക് സംരക്ഷണം നൽകുക. ഇതല്ലേ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം. അത് ഗവൺമെൻറ് കൃത്യമായി ഇതുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പട്ടയഭൂമിയിൽ വീട് ഒഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അപ്പോൾ ഈ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടായിട്ട് അത് തോന്നിയിട്ടുണ്ടോ? ആര് പറഞ്ഞിരുന്നു? അല്ല, കാരണം ഈ വീട് മാത്രമേ വെക്കാവുള്ളൂ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. കൃഷിക്കാരൻ എവിടെ താമസിക്കുന്നു ആ ഭൂമി നിയമപരമായി അവൻ അവകാശപ്പെട്ടതാണെങ്കിൽ അതിൽ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനവും നടത്തണമെന്നാണ് എൻ്റെ സമീപനം. അതാണ് ഗവൺമെൻറ് എടുക്കേണ്ട നിലപാടെന്നുമാണ്. അതിന് വ്യത്യസ്തമായ നിലപാട് എന്തെങ്കിലും ഗവൺമെൻറ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ. ഈ ആദ്യകാലത്ത് CPM പാർട്ടി വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഏതൊക്കെ രാഷ്ട്രീയ ശക്തികളിൽ നിന്നാണ് നേരിട്ടത്? അത് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസിൽ നിന്നും, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളാണല്ലോ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുകയും നിരപരാധികളെ പീഡിപ്പിച്ച് കൊല്ലുകയും ജയിലിലടയ്ക്കുകയും ചെയ്തത്. ഇപ്പം വലിയ ജനാധിപത്യത്തിൻ്റെ വാചകമൊക്കെ അടിക്കുവന്മാർ കോൺഗ്രസ്സുകാരെങ്കിലും ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ കേരള സംസ്ഥാനത്ത് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളുമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ചരിത്രം അതാണ്. എൻ്റെ അനുഭവം മാത്രമല്ല, 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ അനുഭവം അതാണ്. നിരവധി ആളുകളെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ കൊല ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തോട്ടം തൊഴിലാളികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേരുറപ്പിക്കാൻ ഏറ്റവും നിർണായകമായ സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് അവരുടെ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ, ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി നടത്തിയ പണിമുടക്കും സമരവും നിർണായകമാണ്. കേരളത്തിലെ മുഴുവൻ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി ആ പോരാട്ടങ്ങളുടെ ഭാഗമാണ് പ്ലാന്റേഷൻ ലേബർ ആക്ടെല്ലാം നിലവിൽ വന്നുവെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക. പ്ലാന്റേഷൻ ലേബർ ആക്ട് തോട്ടം തൊഴിലാളികൾക്കെല്ലാം ജോലി സ്ഥിരതയും അവകാശവും ആനുകൂല്യവും ഉറപ്പ് ചെയ്യുന്നതാണ്. പോരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ യഥാകാലം നടപടി സ്വീകരിക്കണം.
LDFിൻ്റെ ഗവൺമെൻറ് വന്ന എല്ലാ ഘട്ടത്തിലും തോട്ടം തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും മണ്ണിൽ പണിയെടുക്കുന്ന മലയോര കൃഷിക്കാരനും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എല്ലാം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ താല്പര്യം അടക്കം പരിരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചതെന്ന കാര്യം കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെ സ്ഥാപക നേതാവ് എന്ന നിലയിൽ MM മണിയുടെ പങ്ക് എത്രത്തോളം വലുതായിരുന്നു? ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനൊന്നും ഞാനൊന്നുമല്ല. എൻ്റെ മുൻഗാമികളായ ആളുകളാണ് കഷ്ടപ്പെട്ട് പച്ചവെള്ളം കോരി കുടിച്ച് പട്ടിണിയും ത്യാഗവും സഹിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അടിത്തറ പാകിയത്. ഒരു കാലഘട്ടത്തിൽ ഞാനിതിൻ്റെ നേതൃനിരയിൽ വന്നു. 10-28 വർഷം ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ 10-40 വർഷമായി സംസ്ഥാന കമ്മിറ്റി മെമ്പർ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 8 വർഷം പ്രവർത്തിച്ചു. ഇപ്പോൾ 10 വർഷമായി MLA, അതിൽ 5 വർഷം മന്ത്രി എന്ന നിലയിൽ ഈ സ്ഥാനങ്ങളെല്ലാം പാർട്ടി എനിക്ക് നൽകി. ആ സ്ഥാനമൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കുന്നതിന് കേരള സംസ്ഥാനത്തെ ഒരു ജില്ല എന്ന നിലയിൽ ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അന്നും ഇന്നും നാളെയും ശക്തമായ നിലപാടെടുക്കും. ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചില്ല. ഇടുക്കി ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു പിൻഗാമിയെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ പിൻഗാമിയെ ആരെങ്കിലും വളർത്തിക്കൊണ്ട് വരേണ്ടില്ല. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കേഡർ പോളിസി അംഗീകരിച്ചിരിക്കുന്ന പാർട്ടിയാണ്. കേഡർ പോളിസിയാണ്. മറ്റ് ബൂർഷാ ജനാധിപത്യ പാർട്ടികളെ പോലല്ല, കോൺഗ്രസ് പോലെയോ BJP പോലെയോ ഒന്നുമല്ല ഞങ്ങളുടെ പാർട്ടി. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രാപ്തരായ ആളുകളെ കണ്ടെത്തി പാർട്ടിയെ കൊണ്ടുവരിക, അവർക്ക് പാർട്ടി വിദ്യാഭ്യാസം നൽകുക, പാർട്ടി വിദ്യാഭ്യാസം നൽകി അവരുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, പ്രവർത്തനശേഷി വർദ്ധിക്കുന്നവരിൽ നിന്നും പ്രൊമോട്ട് ചെയ്ത് ഉപരിതലങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്ത് നേതൃത്വത്തെ കൊണ്ടുവരിക, അവർക്ക് സംരക്ഷണം നൽകുക. കേഡർ പോളിസി അംഗീകരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ മാർഗമാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഉൽപ്പന്നമാണ് ഞാനടക്കം കേരളത്തിലും ഇന്ത്യയിലുമുള്ള 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പ്രവർത്തകർ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ പൊതുവെ കാണുന്ന കൃത്രിമത്വമില്ലാത്ത ഈ സംസാര ശൈലി അതൊരു മുതൽക്കൂട്ടായിട്ട് കാണുന്നുണ്ടോ? അതിപ്പം മറ്റുള്ളവരെല്ലാം കൃത്രിമത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഓരോരുത്തരും ഓരോ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്വഭാവം നേരെ വാ നേരെ പോവും എന്നാണ്. കാണുന്നതിനനുസരിച്ച് തെറ്റാണ് തെറ്റെന്ന് തന്നെ അത് പരസ്യമായി തന്നെ പ്രതികരിക്കും. ഇന്നേ വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നാളെയും അങ്ങനെ തന്നെ ചെയ്തു പോകണം. അങ്ങനെ ചെയ്ത് വസ്തുതാപരമായി പ്രതികരണം നടത്തുന്നതാണ് ശരിയെന്ന് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ എൻ്റെ നിലപാടതാണ്. ഓക്കെ. ഈ തൻ്റെ പ്രസംഗങ്ങളെ ഇടുക്കിയിലെ നാടൻ ശൈലി എന്ന് പ്രയോഗിക്കുന്നത് തെറ്റായ പ്രയോഗങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ചെറിയ വിദ്യാഭ്യാസം, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. പാർട്ടി എനിക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി, പാർട്ടി നേതാവായി ഉയർത്തിക്കൊണ്ടുവന്നു. പാർട്ടി വിദ്യാഭ്യാസം നൽകി. പാർട്ടിയുടെ നയങ്ങളുമായി ബന്ധിപ്പിച്ച് സമൂഹത്തിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുക, രാജ്യത്തെ പ്രശ്നങ്ങളോടാണെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളോടാണെങ്കിലും പാർട്ടിയുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുക എന്നതാണ് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ബാധ്യത. ആ ബാധ്യത ഞാൻ എന്ന് നിറവേറ്റിയിട്ടുണ്ട്. ആ ബാധ്യതയിൽ നിന്നും പാളി എന്തെങ്കിലും ദോഷം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പാർട്ടി അന്ന് തിരുത്തിയിട്ടുമുണ്ട്. അത് ചർച്ച ചെയ്ത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം PC ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് പറഞ്ഞിരുന്നു, 2026 നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ CPMൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു 50%-ലധികം ആളുകൾ BJPയിലേക്ക് NDയിലേക്ക് മാറും എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുക? PC ജോർജിൻ്റെ മകന് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത്. അയാളെ രാഷ്ട്രീയത്തിൽ ശിശു, ഒന്നും അറിയാൻ മേലാത്ത അയ്യോ പാവം. അയാളെ പറയുന്നതിനെപ്പറ്റി എന്നോട് ചോദിക്കുന്നത് നിങ്ങളുടെ വിവരക്കേടെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. ഇടുക്കിയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉള്ളവരുൾപ്പെടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ CPMൻ്റെ ഒരു തളർച്ചയായിട്ട് വേണോ അത് കരുതാനായിട്ട്? അത് CPMൻ്റെ അല്ല, ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും ഒന്നും CPMൻ്റെ ഭാഗമായി പോകുന്നില്ലല്ലോ. അങ്ങനെ പോകാനുള്ള നിലയെ പാർട്ടി വളർന്നില്ലല്ലോ. തന്നെയല്ലേ സമൂഹത്തിലുള്ള എല്ലാവരെയും ഒന്നും CPMന് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ അവരെ പരിശീലിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഒരു കേഡർ പോളിസി അംഗീകരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന് വിഘാതമായി നിൽക്കുന്ന
കോൺഗ്രസിനകത്തോ BJPക്കകത്തോ മറ്റ് ബൂർഷ്വാ പാർട്ടിക്കകത്തുള്ളവരുടെ പ്രവണതയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെച്ച് പുലർത്താനാവില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഉള്ളടക്കം അന്തസത്ത പോകും എന്ന് കരുതുന്ന പാർട്ടിയും തത്വശാസ്ത്രവുമാണ് മാർക്സിസം ലെനിനിസം എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. 1, 2, 3 പ്രയോഗം നടത്താൻ പ്രേരിപ്പിച്ച ആ ഒരു അതൊക്കെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങ് പ്രതികരിച്ചു എന്ന് വന്നാൽ മതി. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ അന്ന് പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, ഇപ്പോഴും അത് തന്നെ, അതിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റിപ്പെടേണ്ടതായി വന്നിട്ടില്ല. എന്തെങ്കിലും പ്രേക്ഷകൻ്റെ ഭാഗത്തുണ്ടായ പാർട്ടി എൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. നടപടിയെടുത്ത പാർട്ടി എന്നെ തളർത്തുകയല്ല, എന്നെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്തു. MLA ആക്കി 10 വർഷമാകാൻ പോണു, മന്ത്രിയാക്കി 5 വർഷം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി 8 വർഷക്കാലം, 40 വർഷമായി കേരള സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ പ്രവർത്തിക്കുക. അപ്പോൾ പാർട്ടി എന്നെ ഉപദ്രവിച്ചു എന്ന് പറയാൻ പറ്റുമോ? പിന്നെ പാർട്ടി പ്രവർത്തിക്കുന്നവർ, മാതാപിതാക്കൾ, പിന്നെ മക്കൾ തെറ്റ് കാണിച്ചെന്നാൽ ശിക്ഷിക്കുന്നത് എങ്ങനെയാണോ തിരുത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കും, അത് തിരുത്തുന്നതിന് വേണ്ടിയാണ് അത് പാർട്ടിയുടെ നിലപാട്. ഈ 1, 2, 3 പ്രസംഗം പോലെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒരുപാട് പ്രയോഗങ്ങളുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും ഇടുക്കിക്കാർ അങ്ങേക്ക് നൽകിയ സപ്പോർട്ട് എന്തുകൊണ്ടാണ് എത്രയും പ്രിയപ്പെട്ടത്? ഒന്ന്, ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട്, എൻ്റെ പാർട്ടി അവരോടൊപ്പം നിൽക്കുന്നു. ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരോടൊപ്പം ചുരുളികീരത്തോട് സമരം മുതൽ അമരാവതിയിലെ കുടിയൊഴിപ്പിക്കലിനെതിരെ AKG നടത്തിയ സമരം, ആനച്ചാലിലെ കുടിയൊഴിപ്പിക്കൽ, ആ സമരത്തിൻ്റെ എല്ലാം ഭാഗമായി പ്രവർത്തിച്ചൊരു പാർട്ടി. ആ പാർട്ടിയുടെ ഒരു ഭാഗമെന്ന നിലയിൽ എൻ്റെ കാലഘട്ടത്തിൽ മലയോര കൃഷിക്കാരോടൊപ്പം, കുടിയേറ്റ കൃഷിക്കാരോടൊപ്പം നിൽക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുകയും പോരാടുകയും എൻ്റെ പാർട്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള പരിഗണന എനിക്ക് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വലിയ അഭിമാനപൂർവ്വമാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴത്തെ CPM അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ഇന്ത്യ രാജ്യത്തിൻ്റെ ആകസ്ഥിതി അഖിലേന്ത്യാ തോതിൽ പരിശോധിക്കുമ്പം, ഒന്ന്, കേരളം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും വേറിട്ടാണ് നിൽക്കുന്നത്. ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും ഇവിടുത്തെ പുരോഗതി 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഈ കേരള സംസ്ഥാനത്തുണ്ടായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാമൂഹിക പരിഷ്കരണ രംഗം, ഭൂപരിഷ്കരണ നിയമം, കർഷക തൊഴിലാളി നിയമം, പാവപ്പെട്ട ആളുകളോടൊപ്പം നിൽക്കൽ, മലയോര കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കൽ, സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തൽ, ഇവിടെ സമ്പൂർണ്ണ പാർപ്പിടം നൽകൽ, 62 ലക്ഷം പേർക്ക് ഇപ്പം പ്രതിമാസം 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കൽ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത കാര്യമാണ് കേരളത്തിലെ LDF ഗവൺമെൻറ് ചെയ്യുന്നത്. അതാണ് കേരളം വേറിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും പോലല്ല എന്ന് നിൽക്കുന്നത്. വളർച്ച, സാമൂഹ്യ പുരോഗതി, ഏത് രംഗത്ത് ചെന്നാലും മലയാളികളായ നമുക്ക്, ഇന്ത്യക്കാരായ കേരളീയരായ നമുക്ക്, അത് മലയാളിയായിട്ട് തമിഴനാകട്ടെ, അഭിമാനപൂർവ്വം കേരളത്തെപ്പറ്റി ഓർക്കാൻ കഴിയുന്നതെല്ലാം കേരള സമൂഹത്തിൽ വന്ന ഈ മാറ്റമാണ്. ഈ മാറ്റം കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഉപകരണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ആകെത്തുകയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ഒരു തുടർഭരണം വരുമോ? വന്നാൽ മുഖ്യമന്ത്രി ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ ആ വകുപ്പിൽ താങ്കൾ ഒരു മന്ത്രിയാകുമോ? ഇനി ഒരു തുടർഭരണം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഗവൺമെൻറ് ഫലപ്രദമായാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് UDFനും വേണ്ട നിലയിൽ LDFന് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. തന്നെയല്ല, ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ നയം ജനങ്ങൾക്ക് അനുകൂലമാണ്. 62 ലക്ഷം പേർക്ക് പെൻഷൻ, അതും 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നൊരു ഗവൺമെൻറ്, പാവപ്പെട്ട ആളുകളുടെ ഒപ്പം നിൽക്കുന്ന ഗവൺമെൻറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തുടർഭരണം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരള സംസ്ഥാനത്തുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, സഹാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ഒന്നാം ഗവൺമെൻറ്റും ഇപ്പം രണ്ടാം ഗവൺമെൻറ്റും ജനക്ഷേമകരമായ പരിപാടി നടപ്പിലാക്കാൻ ഇന്ത്യ രാജ്യത്തെ ഏത് സംസ്ഥാന ഗവൺമെൻറ്റിനെ കഴിച്ചും മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. അത് കേരള ജനതയെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടീനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മുഖ്യധാര പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന UDFനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അതൊരു മുഖ്യധാര എതിരാളിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ?
അവർ സ്വാഭാവികമായി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എതിർച്ചേരി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് അവർ. എന്നോർത്ത് അവർക്ക് പ്രതിപക്ഷ സ്വഭാവം, പ്രതിപക്ഷ നിലപാട് എടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, അതിനെ ഒന്നും അസഹിഷ്ണുതയോട് കൂടി കാണുന്നില്ല. കാരണം നീതിയുക്തമല്ലാതെ അവർ ഗവൺമെൻറ്റിനെടുത്ത് എതിരെ സ്വീകരിക്കുന്ന ഏത് നിലപാടിനെ എതിർക്കും. അത് ശരിയല്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. നീതിയുക്തമായ നിലപാടെടുത്താൽ അത് അല്ലാന്ന് പറയാനാവില്ലല്ലോ. ഈ സംസ്ഥാന നേതൃത്വത്തിൽ യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ പാർട്ടിയിലെ താങ്കളുടെ പങ്ക് എന്തായിരിക്കണമെന്നാണ് താങ്കളുടെ? എനിക്ക് പാർട്ടി തരാവുന്ന എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായി സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിക്കുക. 28 വർഷക്കാലം ഇവിടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയപ്പം മുതൽ ബൈസമ്മാലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരു പഞ്ചായത്ത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 5 പഞ്ചായത്ത് അടങ്ങുന്ന രാജാക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അത് കഴിഞ്ഞ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം. അടിയന്തരാവസ്ഥ വന്നപ്പോൾ 16 പഞ്ചായത്ത് അടങ്ങുന്ന ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി. സംസ്ഥാന കമ്മിറ്റി മെമ്പറായി 40 വർഷമായി പ്രവർത്തിക്കുന്നു. അതിൽ കഴിഞ്ഞ കുറേ വർഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി കഴിഞ്ഞ ടേം വരെ പ്രവർത്തിച്ചു. ആ ജോലി ഉത്തരവാദിത്തം നിറവേറ്റി. 40 വർഷമായി പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 40 വർഷത്തിലധികമായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി എല്ലാ സംരക്ഷണവും നൽകി. അതെനിക്ക് മാത്രമല്ല, ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കേഡർമാരെ, വാസനയുള്ളവരെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് ഉത്തരവാദിത്വവും ചുമതലയും നൽകുക എന്ന് കേഡർ പോളിസി അംഗീകരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനമാണ്. അത് യാദൃശ്ചികമായി വന്നതല്ല, ഞങ്ങളുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ്. അതിൻ്റെ എല്ലാ പ്രതിഫലനവും എല്ലാ സംരക്ഷണവും കിട്ടിയിട്ടുള്ളൊരു കേഡറാണ് ഞാൻ, എം മണി ഞാനെന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൽപ്പന്നമാണ്. എന്നെ ഈ പാർട്ടി രാഷ്ട്രീയമായി സംഘടനാപരമായി വളർത്തിക്കൊണ്ടുവന്നതും ഉത്തരവാദിത്വം ലഭിച്ചതും ഞാൻ ആ ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടി നടപ്പിലാക്കിയതും എൻ്റെ ചുമതലയാണെന്നും ഞാൻ കരുതുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് മർദ്ദനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ പോലീസിൻ്റെ കയ്യിൽ നിന്ന്? അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 14 ദിവസം എന്നെ വിലങ്ങ് വെച്ച് അടിമാലി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. 14 ദിവസം കഴിഞ്ഞ് കോടതിയുടെ ഇടപെടൽ വന്നപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഒരു പീഡനമാണല്ലോ അറസ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കുക. ആ പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയിൽ അങ്ങനെ ആയിരക്കണക്കിന് 10,000കണക്കിന് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെയാണ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രാജ്യത്ത് വകവരുത്തത്, രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തത്. അതെല്ലാം അടിയന്തരാവസ്ഥയുടെ ചരിത്രവും അന്ന് നടന്ന സംഭവഗതികൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അന്നത്തെ സംഭവം എടുത്തു വെച്ച് നോക്കിയാൽ ഇന്ന് ഇപ്പോഴും ലോക്കപ്പിൽ ചെറിയ തോതിൽ അല്ലെങ്കിൽ ഒരു മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മർദ്ദനങ്ങൾ നടക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ അതൊരു കൊടിയ പീഡനമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് അതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ അന്നത്തെ പോലെ ഒന്നും കേരള സംസ്ഥാനത്ത് കോൺഗ്രസ് ഗവൺമെൻറ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തൊന്നും ഈ രാജ്യത്ത് നടത്തിയ മർദ്ദന മുറകളൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളുടെ കാലത്ത് 1957 EMSൻ്റെ ഗവൺമെൻറ്, 67 EMSൻ്റെ ഗവൺമെൻറ്, 80 മുതൽ അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്, നായനാരുടെ ഗവൺമെൻറ്, VSൻ്റെ ഗവൺമെൻറ്, ഇപ്പോൾ രണ്ടാം ടേൺ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും ആ നിലയിലുള്ള മർദ്ദനോപകരണം മർദ്ദിച്ചെടുക്കുക എന്ന സമീപനം സ്വീകരിക്കില്ല. ജനാധിപത്യപരമായ എല്ലാവർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമെന്നുള്ള തത്വം അംഗീകരിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം എന്തായിരിക്കും? ഒന്ന്, സത്യസന്ധത പാലിക്കുക, വിശ്വസിക്കുന്ന പ്രത്യാശാസ്ത്രം പ്രാവർത്തികമാക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുക, സമജീവി സ്നേഹം, ബഹുജനങ്ങളോട് ആഭിമുഖ്യവും വിശ്വസ്തതയും പുലർത്തുക. അതാണ് എനിക്കുള്ള സന്ദേശമുള്ള. 3ാം പിണറായി സർക്കാർ നിലവിൽ വന്നാൽ എം മണി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാധാന്യം അതിൽ എത്രത്തോളം വലുതായിരിക്കും? ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ അന്നേരം പാർട്ടി കാണും. 3ാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണോ അതോ മറ്റേതെങ്കിലും നേതൃത്വമാണോ വരുന്നതെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. 1ാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും 2ാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ പരിണത്തിലും മാതൃകാപരമായ നേതൃത്വം കൊടുക്കുക.
മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന ആരെ എന്നെല്ലാം ഭാവി ചരിത്രം നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയാൻ ഇപ്പോൾ ആളല്ല. BJP-യിൽ പുതിയ നേതൃത്വങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സംസ്ഥാന അധ്യക്ഷനായാലും സംസ്ഥാന ഉപാധ്യക്ഷനായാലും പുതിയ നേതൃത്വമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് CPM-ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയായി കാണുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം ഞങ്ങൾക്കൊരു വെല്ലുവിളിയായി ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ ഞങ്ങളുടെ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം തരാതെ ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഞങ്ങളതിനെ നേരിടുക തന്നെ ചെയ്യും. ഇന്നേ വരെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഭാവിയിൽ ഞങ്ങൾ നേരിടും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എവിടം വരെയായി? അതിൻ്റെ മുന്നൊരുക്കം പാർട്ടി സംഘടനാപരമായി തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പാണ് വരാൻ വന്നത്. പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ വിവിധ തലത്തിൽ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളാണിതെല്ലാം. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അത് കഴിഞ്ഞാണ് നിയമസഭ, പാർലമെൻറ്റ് ഇങ്ങനെല്ലാം പോകുന്നത്. അപ്പോൾ അതിപ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് കരുതുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മഹാഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസം നടപ്പിലാക്കുന്നതെന്ന കാര്യം ഞാൻ അസന്നിഗ്ധമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയധികം സമയം നമുക്ക് വേണ്ടി തന്നതിന്, യൂട്യൂബിന് വേണ്ടി തന്നതിന് നന്ദി. താങ്ക് യു.